മാധവേട്ടൻ എന്താ വൈകുന്നത്? എത്ര നേരമായി കാത്തിരിക്കാൻ ഞാൻ. കാത്തിരിപ്പിന്റെ വേദന എന്നൊക്കെ കഥകളിൽ വായിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴാ ശരിക്കും അനുഭവിക്കുന്നത്. ഇങ്ങനെ ചന്ദ്രികാമ്മയെ മാധവേട്ടൻ കണ്ട മിക്കവാറും ഒന്നുകൂടെ താലി കിട്ടും. അല്ല, ഏത് ബ്യൂട്ടീഷ്യനാ ഒരുക്കിയത്? ബ്യൂട്ടീഷ്യനോ? പോവച്ചെവിടുന്ന്? ചന്ദ്രികാമ്മയെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടില്ല. ആ നിരാശ അങ്ങ് തീർന്നു. മധുര 17കാരിയായ ചന്ദ്രിക വർമ്മയല്ലേ ഈ നിൽക്കുന്നത്. മുഖത്ത് ഒരു രാജകീയ കലയുണ്ട്. ചുമ്മാതെ അല്ല ആ മാധവൻ നായര് ഇത്ര റിസ്ക് എടുത്ത് സ്വന്തമാക്കിയത്. അല്ല, കാത്തിരുന്ന ആള് വന്നില്ലേ അമ്മേ? ഇല്ല മോളെ, എത്ര നേരമായി കാത്തിരിക്കുന്നു. വൈകുന്നതിന്റെ കാരണം വിളിച്ചു ചോദിക്കാൻ ഫോണും ഇല്ല. അല്ല, മരുമോൾ ഇതുവരെ ഫോണ് തിരിച്ചു തന്നില്ലേ? വിഷമിക്കണ്ട, ദാ അമ്മ വിളിച്ച് സംസാരിക്കേ. വിവാഹ വാർഷികമൊക്കെ ആവുമ്പോ രണ്ടുപേർക്ക് ഒത്തിരി സംസാരിക്കാനുണ്ടാവും. തുറക്കണ്ട. മാധവേട്ട, ചന്ദ്രികയാ. ചന്ദ്രുവോ? ഇതാ മീനാക്ഷി എന്ന കുട്ടിയുടെ നമ്പറല്ലേ? നിന്റെ ഫോൺ ശരിയായില്ലേ? ഇല്ല, അത് ശരിയാക്കാൻ കൊടുത്തിരിക്കുക. എങ്കിൽ പിന്നെ മനോജിന്റെയോ ഹരിതയുടെയോ ഫോണിൽ വിളിച്ചാ പോരെ? എന്താ, അവര് ഫോൺ തരില്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി മീനാക്ഷിയുടെ ഫോണിൽ വിളിച്ചെന്നേ ഉള്ളൂ. ചന്ദ്രു, അത് പറയുമ്പോ നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പതർച്ച? എന്താ ചന്ദ്രു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനിവിടെ പ്രകാശന്റെ വീട്ടുതടങ്കല്ല കഴിയുന്നത്. ഒന്നിനും ഒരു സ്വാതന്ത്ര്യവും ഇല്ല. അതുപോലെ ഹരിതയുടെ വീട്ടിൽ നിനക്കും ബുദ്ധിമുട്ടുകളുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവരെന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എന്റെ കാര്യം ഓർത്ത് മാധവേട്ടന് ഒരു ടെൻഷനും വേണ്ട. മാധവേട്ടനോടൊപ്പം പുറത്തു പോകാൻ ഞാനിവിടെ കാത്തു നിൽക്കുക. വിവാഹ വാർഷികത്തിന് നമ്മൾ രണ്ടുപേരും മാത്രമായി ചുരുങ്ങുന്ന ഒരു യാത്ര. എങ്ങനെയുണ്ട് സാഹിത്യം? സൂപ്പർ. ബിരുദധാരിയായ തമ്പുരാട്ടി പെണ്ണിന്റെ സാഹിത്യത്തിന് മുന്നിൽ ബിരുദമില്ലാത്ത ഈ പാവം മെക്കാനിക്കിന്റെ പ്രണാമം. മാധവേട്ടൻ എപ്പോഴും ഇങ്ങോട്ട് വരുന്നേ? അയ്യോ, അത് പറയാൻ മറന്നു ചന്ദ്രു. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. വരുന്നില്ലേ? ഇല്ല, നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പ്രകാശൻ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. നിന്നെയും കൂട്ടി പ്രകാശൻ ഇവിടെ എത്തിയാലുടൻ നമ്മൾ ഒരുമിച്ച് ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നു. അത് നന്നായി. എത്രയോ കാലം നമ്മൾ ഒരുമിച്ച് ജീവിച്ച വീടാണത്. അവിടെ ഒന്നുകൂടി കാലുകുത്താം. പിന്നെ സുചിത്രമോളെ കാണാലോ. അത് കഴിഞ്ഞാലുടൻ നമുക്ക് ഒരുമിച്ച് പുറത്തു പോണം. അതിന് മാറ്റമൊന്നും ഉണ്ടാവരുത്. ഒരു മാറ്റവും ഇല്ല. ഞാൻ എന്റെ ചന്ദ്രുവിന്റെ വരവും കാത്തിരിക്കുക. പെട്ടെന്ന് വരണം. ഓക്കെ? ഓക്കെ, ഞാനിപ്പോഴേ റെഡി. ആ